എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങയോടൊപ്പമിവർ ചൊല്ലിടാം ഞങ്ങൾക്കായി മാധ്യസ്ഥമേകണേ. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിശുദ്ധൻ്റെ തിരുനാളാണ് സഭയെന്ന് ആഘോഷിക്കുന്നത്. വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ തിരുനാൾ. എന്തുകൊണ്ടാണ് തെറ്റിദ്ധരിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോഴും വിശുദ്ധ തോമസ് അപ്പോസ്തലനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് ഡൗട്ടിങ് തോമസ് എന്നാണ്. സംശയിച്ചു കൊണ്ടിരുന്ന ഒരു തോമസ്. അങ്ങനെ പറയാതിരിക്കാനും വഴിയില്ലല്ലോ. കാര്യം എല്ലാവരും കണ്ട കാര്യം ഇനി ഞാനും കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവൻ്റെ പാർശ്വത്തിൽ വിരലിടണമെന്നും അവൻ്റെ മുറിപ്പാടുകൾ കാണണമെന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ പിന്നെ കൂടെയുള്ളവർ അതിലെ മറ്റുള്ളവരോട് പറഞ്ഞിടക്കത്തുള്ളൂ. അങ്ങനെ കൂടെയുള്ളവർ ലോകത്തോട് 2000 വർഷങ്ങളായി പറഞ്ഞിടന്ന കാര്യമാണെന്ന് തോന്നുന്നു. ഇപ്പോഴും എല്ലാവരും പറയുന്നത് ഡൗട്ടിങ് തോമസ് എന്നാണ്. പക്ഷേ അങ്ങനെയൊന്നും ആ മനുഷ്യനെ ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചാൽ കുറേയധികം സംഭവങ്ങൾ നമുക്ക് മനസ്സിലാകും. ഒന്ന്, ഈ നിമിഷം യഹൂദരെ ഭയന്ന് ശിഷ്യന്മാർ കഥ കടച്ചിരിക്കുകയാണ്, പേടിച്ചിരിക്കുകയാണ്. കാര്യം യേശുവിന് സംഭവിച്ചതൊക്കെ വളരെ ക്രൂരമായ ഒരവസ്ഥയാണ്. ഇനി യേശുവിൻ്റെ കൂടെ നടന്നു എന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് തോമസ് പുറത്താണ്. തോമസ് മാത്രം പുറത്തിറങ്ങി നടന്നു, ഒരു പേടിയുമില്ല. അതിന് കാരണമുണ്ട്. അതിന് കാരണം യേശു പലർക്കും പ്രത്യക്ഷപ്പെടുന്നു എന്ന വാർത്ത അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് എമ്മാവൂസിൽ പോയ ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വന്നു പറയുകയാണ്, ഞങ്ങൾ യേശുവിനെ കണ്ടു. അപ്പോൾ അയാൾക്കും തോന്നി, പേടിച്ചിരിക്കുന്ന എന്തിനാ, ഈ പുറത്ത് വെച്ചല്ലേ യേശുവിനെ എടുത്താൽ കണ്ടത്, അപ്പോൾ എനിക്കും കാണണം. അങ്ങനെ അയാൾ പുറത്തിറങ്ങി നടന്നു. യേശുവിനെ കാണണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട്, അവനെ അനുഭവിക്കണം എന്നുള്ള ഒരു തീക്ഷ്ണത കൊണ്ട് ഒരാൾ തൻ്റെ ജീവിതത്തെ മറന്ന് പുറത്തിറങ്ങി നടന്നതിൻ്റെ ആ ധൈര്യത്തെ വിളിക്കേണ്ട പേര് സംശയമെന്നാണോ? അല്ല, ആ ധൈര്യത്തെ വിളിക്കേണ്ട പേര് സ്നേഹമെന്നാണ്. ഒരിക്കലും മടങ്ങാത്ത ജീവനോളം പ്രാണനോളം സ്നേഹിച്ച ഒരു അപ്പോസ്തലൻ. അങ്ങനെ പുറത്തിറങ്ങി നടന്നപ്പോൾ പിന്നീട് സംഭവിച്ചത് ഈ 11 പേർക്കും യേശു പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തോമസ് പുറത്താണ്. അങ്ങനെ വന്നപ്പോൾ രണ്ടാമത്തെ സംഭവം നടന്നു. തോമസ് തിരിച്ചപ്പോഴോ ഇവരെ കാണാൻ വന്നപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളുടെ യേശു പ്രത്യക്ഷപ്പെട്ടു. അതവന് സഹിച്ചില്ല. അപ്പോഴും ഈ ആഗ്രഹം ഉള്ളിലുണ്ടല്ലോ, അതുകൊണ്ട് അയാൾ വീണ്ടും വാശി പിടിച്ചു, എനിക്ക് കാണണം, കാണാതെ ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് പാർശ്വത്തിൽ വിരലിടണം. ഇത് ഒരു അനുഭവിക്കുന്നതിൻ്റെ സ്നേഹമാണ്. നിങ്ങളറിഞ്ഞ ക്രിസ്തുവിനെ എനിക്കും അറിയണം, നിങ്ങൾ മനസ്സിലാക്കിയ ക്രിസ്തുവിനെ, നിങ്ങൾ സംസാരിച്ച ക്രിസ്തുവിനെ എനിക്കും അനുഭവിക്കണം, സംസാരിക്കണം. ഇങ്ങനെ ഒരു ശിഷ്യന് ഒരു ഗുരുവിനോടുണ്ടായ ആത്മബന്ധത്തിൻ്റെ ഇടപെടലാണ് ഏറ്റവും വലിയ സ്നേഹം. പ്രിയമുള്ളവരെ, അതിനുശേഷം യേശു തോമസിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ തോമസിനോട് പറഞ്ഞൊരു വാക്കിതാണ്, നീ വന്ന് എൻ്റെ പാർശ്വത്തിൽ വിരലിട്, എൻ്റെ മുറിപ്പാടുകളൊക്കെ കാണ്. ഉടനെ സുവിശേഷം പറയുന്നത് തോമസ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചതായിട്ടാണ്. അതിനിടയിൽ ഒരിക്കൽ പോലും അവൻ ആ പാർശ്വത്തിൽ വിരലിട്ടെന്നോ അവൻ മുറിപ്പാടുകൾ ശ്രദ്ധയോടെ നോക്കിയെന്നോ എന്നൊന്നും എഴുതപ്പെട്ടില്ല. എഴുതപ്പെടാത്തതല്ല, അങ്ങനെ സംഭവിച്ച് കാണാൻ വഴിയില്ല. ഗുരുവിനെ കണ്ട സന്തോഷത്തിൽ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തർക്കും ഈ തിരുനാൾ വലിയൊരു സാധ്യതയാണ്. കൂടെ നടന്നവൻ ഗുരുവിനെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പുറത്തിറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പേരാണ് നമ്മുടേതായ കംഫർട്ട് സോൺ വിട്ട് എൻ്റെ ദൈവത്തെ കാണണമെന്ന വാശിയിൽ നമ്മൾ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടുള്ളത്? ജീവൻ കളയൊന്നും വേണ്ട, ജീവൻ്റെ വെല്ലുവിളിയൊന്നും ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട. പക്ഷേ ജീവിതവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ കിടക്കുന്ന വരെ ചെയ്യുന്ന 10 കാര്യങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ക്രിസ്തു എത്തുന്നുണ്ടോ? പ്രാധാന്യം അറിയിക്കുന്ന ഒരു 10 കാര്യങ്ങൾ കണക്കെടുത്ത് നോക്കുമ്പോൾ ആ പ്രാധാന്യം അറിയിക്കുന്ന 10 കാര്യങ്ങളെങ്കിലും ക്രിസ്തു എത്തുന്നില്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. രണ്ടാമതായിട്ട് അയാളുടെ ക്രിസ്തുവിന് മുമ്പിൽ ആ നിലവിളി, അത് സ്നേഹത്തിൻ്റെ നിലവിളിയാണ്. പ്രിയമുള്ളവരെ, അടങ്ങാത്ത സ്നേഹത്തിൻ്റെ വാശിയെ ലോകം സംശയമെന്ന് വിളിച്ചെങ്കിൽ തോമസ് അനുഗ്രഹീതനാണ്. മനുഷ്യരെന്തും പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ അവൻ്റെ പൊന്നു തമ്പുരാൻ അറിയാലോ അത് സ്നേഹമായിരുന്നുവെന്ന്. അതുകൊണ്ടാണ് തോമസിൻ്റെ ജീവിതം അടിമുടി മാറി മറിയുന്നത്. ഇന്നും പാരമ്പര്യമനുസരിച്ച് നമ്മൾ പറയുന്നത് തോമസ് ഭാരതത്തിൽ വന്നു എന്നാണ്. ഒരാൾക്ക് ക്രിസ്തുവിനുള്ള സ്നേഹം കൊണ്ട് പുറത്തിറങ്ങി നടന്ന മനുഷ്യൻ പിന്നീട് ഈ ഭാരതത്തിലും ഇറങ്ങി നടന്നില്ല എന്ന് നമ്മൾ എന്തുകൊണ്ട് വിശ്വസിക്കാൻ മടിക്കുന്നു? പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം,
ഒരാൾ എത്ര ദൂരം ക്രിസ്തുവിന് വേണ്ടി ഓടി നടന്ന് സംസാരിക്കാൻ പറ്റിയോ അത്രത്തോളം അയാൾ ഓടി നടന്ന് സംസാരിച്ചിട്ടുണ്ടാകണം. അതാണ് തീക്ഷ്ണത. ആരെങ്കിലുമൊക്കെ ഒരാൾ എന്തെങ്കിലുമൊക്കെ ക്രിസ്തുവിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഈ തിരുനാൾ നമുക്കൊക്കെ ഒരു സാധ്യതയാണ്. കുറച്ചും കൂടി കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരണം. കുറച്ചും കൂടി അനുഭവിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാർത്തോമാശ്ലീഹായേ ഭാരതത്തിൻ പ്രേക്ഷിത, തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ താതാ. മാർത്തോമാശ്ലീഹായേ ഭാരതത്തിൻ പ്രേക്ഷിത, തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ താതാ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങയോടൊപ്പമിവർ ചൊല്ലിടാം താതാ. ഞങ്ങൾക്കായി മാധ്യസ്ഥമേകണേ താതാ, ഞങ്ങൾക്കായി മാധ്യസ്ഥമേകണേ. മാർത്തോമാശ്ലീഹായേ ഭാരതത്തിൻ പ്രേക്ഷിത, തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ താതാ. കടലുകൾ താണ്ടി വന്നു നീ പകർന്നു വിശ്വാസം, ജീവിത വഴിയിൽ അതുമാത്രമെന്നും ആശ്വാസം. കടലുകൾ താണ്ടി വന്നു നീ പകർന്നു വിശ്വാസം, ജീവിത വഴിയിൽ അതുമാത്രമെന്നും ആശ്വാസം. ഏഴര പള്ളികൾ ഉയർന്നു ഉയർന്നു ഉയർന്നു, ക്രിസ്തുവിൽ വീണ്ടും പിറന്നു പിറന്നു പിറന്നു. ഏഴര പള്ളികൾ ഉയർന്നു, ഞങ്ങൾ ക്രിസ്തുവിൽ വീണ്ടും പിറന്നു. താതാ നിൻ വാത്സല്യ തണലതിൽ വളർന്നിടാം സദാ. മാർത്തോമാശ്ലീഹായേ ഭാരതത്തിൻ പ്രേക്ഷിത, തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ താതാ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങയോടൊപ്പമിവർ ചൊല്ലിടാം താതാ. ഞങ്ങൾക്കായി മാധ്യസ്ഥമേകണേ താതാ, ഞങ്ങൾക്കായി മാധ്യസ്ഥമേകണേ. ഗുരുവിനോടൊപ്പമന്നു പോയി മരിക്കാൻ ചൊല്ലി നീ, കുന്തമുനയേറ്റൊടുവിൽ രക്തസാക്ഷിയായി നീ. ഗുരുവിനോടൊപ്പമന്നു പോയി മരിക്കാൻ ചൊല്ലി നീ, കുന്തമുനയേറ്റൊടുവിൽ രക്തസാക്ഷിയായി നീ. ആദരവോടിന്നു വണങ്ങാം, പ്രാർത്ഥിച്ചു പൊന്മല ആദരവോടിന്ന് വണങ്ങാം, ഞങ്ങൾ പ്രാർത്ഥിച്ചു പൊന്മല കയറാം. നിന്നോടൊപ്പം ഞങ്ങൾ ക്രൂശിതനെ അനുഗമിച്ചിടാം. മാർത്തോമാശ്ലീഹായേ ഭാരതത്തിൻ പ്രേക്ഷിത, തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ താതാ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങയോടൊപ്പമിവർ ചൊല്ലിടാം